അപ്പൊ ഗൈസ് ഞങ്ങളിത് മൈസൂരിലേക്കുള്ള ട്രിപ്പ് തുടങ്ങി. ഞങ്ങളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ 3:47. അപ്പൊ എത്തുന്ന സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് വരണമെങ്കിൽ ഞങ്ങള് പറയാം എത്ര നേരം എടുക്കുന്നു. ഓക്കെ ഗൈസ്, ഇപ്പൊ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് ഇപ്പൊ എണീറ്റുള്ളൂ. ഞങ്ങള് എവിടെ വെച്ചാ പെരിന്തൽമണ്ണ എത്തണു. ഇപ്പൊ എത്ര മണി? 5:32. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി കുറച്ചേരം കഴിഞ്ഞ ചായ കുടിക്കും. ചേച്ചി ഉറങ്ങാം. അപ്പൊ ഗൈസ് ഞങ്ങളിങ്ങനെ ഫാർസ എന്ന് പറഞ്ഞുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. പിന്നെ വാങ്ങിയത് മുട്ടക്കറി, പൊറോട്ട, പത്തിരി, ഇടിയപ്പം അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. പിന്നെ ഞങ്ങൾ കാടിൻ്റെ ഒരു സ്ഥലത്തേക്ക് പോയി. ഞങ്ങളിത് ഇവിടെ നാടുകാണിയിൽ ഭയങ്കര ബ്ലോക്കായിരിക്കുകയാണ്. 27 മിനിറ്റ് അങ്ങനെ ഉണ്ടാവും ഞങ്ങളിപ്പോൾ ബ്ലോക്കിലിരുന്നിട്ട്. അവിടെ ഇ പാസ് എടുക്കാനാണെന്ന് പറയണേ. പക്ഷെ അവിടെ ഒരു ഈ പാസ് എടുക്കുന്ന കാറിനെയും കണ്ടിട്ടില്ല ഞങ്ങൾ. ഇതാ ഗൈസ്, ഞങ്ങള് കർണാടക സ്റ്റേറ്റ് ബോർഡർ കിടക്കുകയാണ് ഗൈസ്. ഞങ്ങളിപ്പോ മുതലമട ടൈഗർ ടൈഗർ റിസർച്ചിലാണ്. ഗൈസ് ഞങ്ങളുടെ ഹോട്ടലിലെത്തി. അതിൻ്റെ പേര് റിജൻഡ സെൻട്രൽ ഹാർൽഡ് എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ അച്ഛയും അമ്മയും പറ്റിച്ചു ഗൈസ്, ഊള ഹോട്ടലാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അകത്ത് കയറിയപ്പോഴാണ് അടിപൊളി. ഞാൻ ഇവിടെ രാജാവിനെ പോലെ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് VIP പോലെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ റൂം. ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ റൂമിൽ കുറേ സ്നാക്സ് ഒക്കെ ഉണ്ട്, മിനി ഫ്രിഡ്ജൊക്കെ ഉണ്ട്. പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാർജബിളാണ്, പൈസ കൊടുക്കണം. നല്ല റൂമാണ്. ഞങ്ങളത് ഉച്ചയ്ക്ക് ഹോട്ടൽ അമരാവതി എന്ന് പറഞ്ഞുള്ള ഹോട്ടലിലാണ് കഴിച്ചത്. താലി മീൽസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഭക്ഷണം കഴിച്ചത് ഞങ്ങൾ നേരെ മൈസൂരിലത്തെ സൂവിലേക്ക് വന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ സൂവിലത്തെ മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരാം. ഗായ്സ്, ഇതിന്റെ പേര് ഒറാങ്കുട്ടൻസ് എന്നാണ് കേട്ടോ. എനിക്കറിയില്ല എന്താ ഇതിന്റെ പേര് ഒറാങ്കുട്ടൻ. ഓടിപ്പിക്കില്ലേ?
ഗൈസ്, അപ്പോൾ ഈ ഞങ്ങളുടെ ഇന്നത്തെ ട്രാവലിംഗ് അവസാനിച്ചിരിക്കുന്നു. ഇനി നാളത്തെ കാര്യങ്ങളൊക്കെ നാളെ ഞങ്ങൾ മൈസൂരിലത്തെ ചില സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട്. അത് അറിയണമെങ്കിൽ നിങ്ങൾ നാളത്തെ വീഡിയോ കാണുക. ഇത് ഫസ്റ്റത്തെ എപ്പിസോഡാണ്. അപ്പോൾ ബൈ. പശുവാ